Hello guys, welcome back to another video. My name is Shebz. Another വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് കാലങ്ങളായി ഓൺ വോയിസ് വീഡിയോ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ കൊറോണ കാലമായതുകൊണ്ട് റൂമൊക്കെ ഷിഫ്റ്റായി അതുകൊണ്ടാണ് സൗകര്യമുള്ളാത്തത് കൊണ്ടാണ് വീഡിയോ ഒക്കെ ചെയ്യാത്തത്. ഇൻഷാല്ലാ ഇനി അങ്ങോട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോയുമായി ഞാൻ വന്നിട്ടുള്ളത് ഇന്ത്യൻ ഗവൺമെൻറ് നിരോധിച്ച 59 ചൈനീസ് ആപ്ലിക്കേഷൻസിൻ്റെ പകരക്കാരനെ എങ്ങനെ കണ്ടെത്താം എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മീൻസ് എങ്ങനെയാണെന്ന് നോക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ടിക്ടോക്കിന് പകരക്കാരനായി ഏതൊക്കെ ആപ്ലിക്കേഷനാണ് അവൈലബിൾ, അതുപോലെ യൂസി ബ്രൗസർ, അതുപോലെ എക്സെൻഡർ, ഷെയറിറ്റ്, പോപ്പുലറായ ഏതൊക്കെ നമുക്ക് ബാൻ ചെയ്ത ആപ്ലിക്കേഷൻസ് ഉണ്ടോ അതിനൊക്കെ പകരക്കാരനായി ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് അവൈലബിൾ എന്ന് നോക്കുന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് ഇന്ന് മുന്നിൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കണ്ടുവെക്കുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം കാണുന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് നമ്മൾ പ്ലേ സ്റ്റോറിലേക്കാണ് പോകേണ്ടത്. പ്ലേ സ്റ്റോറിൽ സെർച്ചിൽ ബ്ലീവ് എന്ന് സെർച്ച് ചെയ്യുക, BLEAVE, ബ്ലീവ് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുക. ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ചെയ്യുന്നതാണ്. പിന്നെ സ്കാൻ നൗ എന്ന് വരും. അപ്പോൾ നമ്മൾ സ്കാൻ നൗ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻസ് ഒക്കെ സ്കാൻ ആവുകയാണ്. അപ്പോൾ ഏതൊക്കെ ആപ്ലിക്കേഷൻസിന് പകരമായിട്ട് ഏതൊക്കെയാണ് അവൈലബിൾ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ കാണാം ടിക്ടോക്ക്, ഹലോ, യൂസി, എക്സെൻഡർ, പബ്ജി, ഫയൽ മാനേജർ, കുറേയധികം ഓപ്ഷൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ടിക്ടോക്കിന് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സൈഡിൽ കാണാം. ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്താൽ ഇവിടെ നമുക്ക് കാണാം ഡബ് സ്മാഷ്, ത്രില്ലർ, ഫൺ ഇമേജ് ആൻഡ് ഫയർ വർക്ക്, ലാസോ. അതുപോലത്തെ ടിക്ടോക്കിൻ്റെ അതേ സാമ്യമുള്ള ടിക്ടോക്ക് വീഡിയോസ് ചെയ്യുന്നവർക്ക് ഓൾറെഡി ഡബ് സ്മാഷ് ഒക്കെ ആദ്യകാലത്ത് വന്നതാണ്. അതിനുശേഷമാണ് ടിക്ടോക്ക് വന്നത്. ടിക്ടോക്കിന് സാമ്യമുള്ള ആപ്ലിക്കേഷൻസാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഡബ് സ്മാഷ്, ത്രില്ലർ, ഫൺ ഇമേജ്, ഫയർ വർക്ക്സ് അതുപോലെ പറയുന്നത്. അതുപോലെ തന്നെ ഹലോ ആപ്ലിക്കേഷൻസിന് പകരമായിട്ട് കാണുന്നതാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഷെയർ ചാറ്റ്, അതുപോലെ യൂസിക്ക് അതുപോലെ തന്നെ നോർമലി വരുന്നതാണ്. എക്സെൻഡർ നമുക്ക് ഏതായുള്ളത് നോക്കാം. എക്സെൻഡർ നമുക്കിവിടെ സെൻഡ് എനിവെയർ എന്ന് പറയുന്നുണ്ട്, ജിയോ സ്വിഫ്റ്റ് എന്നുണ്ട്, ഫയൽ ബൈ ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഷെയർ ഓൾ എന്ന് പറഞ്ഞൊരു ഷെയറിറ്റിൻ്റെ വേറൊരു ഓപ്ഷനാണ് ഷെയർ ഓൾ. അതുപോലെ പബ്ജിക്ക് നമുക്ക് നോക്കി നോക്കാം. പബ്ജി ഓൾറെഡി ബാൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പബ്ജിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. ഫോർട്ട്നൈറ്റ് പറഞ്ഞൊരു ഗെയിം സോഫ്റ്റ്വെയറും കാണിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഫോർട്ട്നൈറ്റ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നോക്കിയാൽ മതി. എൻ്റെ ഇത്രയൊക്കെ ആപ്ലിക്കേഷൻസ് കാണിക്കുന്നില്ല. കൂടുതലായിട്ട് ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അതുപോലെ നിങ്ങളുടെ ഫോൺസിൽ കൂടുതലായിട്ട് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ലിസ്റ്റ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതിനൊക്കെയാണ് ആൾട്ടർനേറ്റീവായിട്ടുള്ള ആപ്ലിക്കേഷൻസ് വേണ്ടത് അത് ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. മെയിൻലി ടിക്ടോക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ. അതുപോലെ ടിക്ടോക്ക് ഇല്ലെങ്കിൽ വേറൊരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് വെച്ച് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന ഗൈസ്. വീണ്ടും വരുന്നവരെ സീ യു, ബൈ ബൈ.